നേച്ചേഴ്സ് ഫാമിലിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ എണീറ്റപ്പോൾ ഇന്ന് എന്തായാലും നല്ല തെളിച്ചുണ്ട് കേട്ടോ. ആകാശത്ത് നല്ല മഴക്കാറൊക്കെ പോയി നല്ല ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ ഒരു പണി കിട്ടി ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാഗിനകത്ത് ഇന്നലെ വെള്ളം കയറി. എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലാണ്ട ഒരു ചോർച്ച ഉണ്ടായിരുന്നു. അതിൽ നിന്നും വെള്ളം ഒരു തുള്ളിയായിട്ടേ വീഴുന്നത്. പക്ഷെ അത് തോനെ ബാഗിനകത്ത് നിറഞ്ഞ് അതിനകത്തിരുന്ന ജനന സർട്ടിഫിക്കറ്റും പിള്ളേരുടെ ജനന സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നനഞ്ഞ് ഒരു പരുവായി ഗൈസ്. ഇന്നലെ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ മൊത്തം പോയനായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പടച്ചോൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ നമ്മളത് കാണിച്ചു തന്നു. അങ്ങനെ എടുത്ത് ഇന്നലെ രാത്രി 2 മണി വരെ അതിൻ്റെ പിറകിൽ. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്നാണ് ചോർച്ച വന്നത് കേട്ടോ. ഞാൻ ആ ഭാഗത്ത് ബാഗിനകത്ത് എല്ലാം ആയിട്ട് വെച്ചിരുന്നത്. പിള്ളേരുടെ ഈ GK-യുടെയും കരോട്ടയുടെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതിനകത്താക്കി വെച്ചിരുന്നതായിരുന്നു. പിന്നെ പിള്ളേരുടെ ജനന സർട്ടിഫിക്കറ്റ്, നമ്മുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. എല്ലാം വെള്ളം നനഞ്ഞാണ്ട് ഈ ബാഗിനകത്തായിട്ട് ഞാൻ മുകളിൽ വെച്ചിരുന്നതായിരുന്നു. ഒന്നും പറയണ്ട. അങ്ങനെ ഇന്നലെ 2 മണി വരെ അതിൻ്റെ പിറകിലായിരുന്നു. പിന്നെ ഞങ്ങൾ തേപ്പോട്ട് വെച്ച് തേച്ച് ഒരു വിധമൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു. പിന്നെ ദാണ്ടെ ചൂട് കാരണം എൻ്റെ ഇക്കാണ്ട് ഓല കൊണ്ടുവന്ന് മുകളിൽ ഇങ്ങനെ നിരത്തിയതായിരുന്നു ആ ചൂട് സമയത്ത്. അത് മഴയായപ്പോൾ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെയാണ്ട് വെള്ളം കെട്ടി നിന്നാണ്ട സംഭവിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ രാവിലെ വന്ന് അതെല്ലാം മാറ്റി ഒതുക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി ഈ വെയിൽ വൈകിട്ട് വരെ ഉണ്ടെങ്കിൽ നമ്മളുടെ റൂം സെറ്റാവും. അത് ഉണങ്ങണം. അവിടെ നല്ല വെള്ളം നിൽക്കുന്നു. അങ്ങനെ ഞാൻ രാവിലെ വന്ന് തൂത്ത് തുളച്ചത് അവിടെ എല്ലാം വൃത്തിയാക്കി. ഒരു മുസറ് ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ദേഹമൊക്കെ ഒരുമാതിരിയായിട്ട്. അങ്ങനെ പിന്നെ ഉള്ള തുണികളെല്ലാം വാരിയിട്ട് കഴുകി വൃത്തിയാക്കി. ആകാശം എന്നൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല തെളിഞ്ഞൊക്കെ നിൽക്കുന്നു. പിന്നെ ഉച്ചലത്തേക്കുള്ള എല്ലാം ഞാൻ അങ്ങ് റെഡിയാക്കി കേട്ടോ. ഇച്ചിരി കിഴങ്ങും കത്തിരിക്ക ഉണ്ടായിരുന്നു, അതിട്ട് ഒരു വിഴുക്കുണ്ടാക്കി അവിയൽ വെച്ചു. പിന്നെ ചേച്ചി ഇന്ന് മീനൊന്നും കൊണ്ടുവന്നില്ല, മീനില്ലായിരിക്കും, അതാ ചേച്ചി വരാത്തത്. പിന്നെ ചോറ്റിനൊക്കെ അരിയിട്ട് തന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ച് ചമ്മന്തിയൊക്കെ റെഡിയാക്കി. പിള്ളേർക്ക് ഇങ്ങനെ കാപ്പിയൊക്കെ ഞാനങ്ങ് കൊടുത്ത് അവർ കാപ്പിയും കഴിച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും വിചാരിച്ച് കഴിക്കാമെന്ന്. കാരണം കുഴഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് ഇന്ന് നല്ല ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ തറയുടെ ഈർപ്പം കണ്ട ഗൈസ്. അങ്ങനെ ഞാൻ 2 ഇടിയപ്പവും കിഴങ്ങും എല്ലാം എടുത്ത് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.